Our guest is a civil servant from Kerala Cadre, a mechanical engineering postgraduate with gold medal. He started his career as an assistant collector, sub-collector. Then he became the collector of Kannur and Ernakulam. He is the first ever collector from Kochi to get the Best Collector Award. At present, he is serving as Managing Director for KSIDC. He is a cherished civil officer for his humble, straightforward, and dedicated approach towards his work and resolute spirit. He is much appreciated. Two major social responsibility initiative was Anbodu Kochi and Jyoti. Anbodu Kochi has gained national attention during the flood in Kerala. A great visionary, organizer, down-to-earth human being, and a dignified personality, Sri Rajamanikam IAS. KSIDCയുടെ MD എന്നുള്ള നിലയിൽ പ്രവാസികൾക്ക് ഏറ്റവും അനുയോജ്യമായ 3-4 ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ ഒന്ന് വ്യക്തമാക്കാമോ? ഗവൺമെന്റ് ഓഫ് കേരളയെ സംബന്ധിച്ചിടത്തോളം ഇൻഫാക്ട് ഇതിനു മുൻപ് അതും നമ്മൾ പറഞ്ഞു തരണം. അതായത് നേരത്തെ കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. അതായത് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ വളരെ മോശമാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഉള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ധാരണ എന്ന് പറയത്തുള്ളൂ, തെറ്റിദ്ധാരണ എന്ന് പറയത്തുള്ളൂ. അത് ചിലപ്പോൾ 100% ഞാൻ അങ്ങനെ തീർത്തും തള്ളിക്കളയാനുമില്ല. അതായത് ദെർ വാസ് എ ടൈം ലോങ് ബാക്ക് ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ദെർ വേർ മൈൻഡ് സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആക്ച്വലി 2008 കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്. എനിക്ക് അതിനെ നേരിട്ട് ഇന്ന് ഇൻഡസ്ട്രി ലീഡ് ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ഡയറക്ടർ ഇൻഡസ്ട്രിയും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഉള്ളത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, 2008 അല്ല 2020 സീ ഓഫ് ചേഞ്ചസ് നടന്നിട്ടുണ്ട് കേരളത്തില്. അതുമാത്രമല്ല, മറ്റ് വലിയ സംസ്ഥാനങ്ങൾ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉള്ള സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരള എന്നെ താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ ഇൻഫാക്ട് അവരെ കമ്പീറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് ഒരു എനക്ടോറൽ അടിസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ട് പണ്ടുള്ള അതേ ധാരണയിലാണ് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉള്ളത്. അതിന് ഞാൻ വളരെ നമ്മളുടെ ഈ ഇന്റർവ്യൂവിലെ കൂടി തന്നെ വളരെ വ്യക്തമായിട്ട് ആക്കി കൊടുക്കാം. പക്ഷേ സാഹചര്യത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരള ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഇൻഫാക്ട് അതിന്റെ ഒരു പ്രയോറിറ്റിയും ഉണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ഹാവ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ ദ സെൻസ് ലൈക്ക് ഒരുപാട് ആക്ടുകൾ നമ്മൾ 7ഓളം ഒരു അബ്സല്യൂട്ട് ആക്ടുകളെയൊക്കെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കേരളത്തിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുവാണെങ്കിൽ, ഇവിടെ മാത്രമല്ല എവിടെയായാലും ഇൻഡസ്ട്രി തുടങ്ങുവാണെങ്കിൽ ഇവരെല്ലാവരും പോയി എല്ലാ വിവിധ ഓഫീസുകളിലേക്ക് കയറുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഒരു ടൈപ്പിസത്തിന്റെ ഭാഗവും ആയിരിക്കാം. പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു വ്യവസായം കേരളത്തിൽ തുടങ്ങുവാണെങ്കിൽ ആക്ച്വലി ഒരു ക്ലിക്ക് ഓഫ് ബട്ടൺ യു ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. അതായത് നമ്മൾ ഒരു 10 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഈ കോവിഡുടെ പശ്ചാത്തലത്തിലാണ് ഇത് അതിന്റെ പ്രസക്തിയുമുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് വിദേശത്തുള്ള മലയാളികൾ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരിക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെസിലിറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം, ലാൻഡ് ഉണ്ട്, ഐഡിയ ഉണ്ട്, ബിസിനസ് തുടങ്ങണം, പൈസയും ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഒരു സ്ഥലത്തും കയറി ഇറങ്ങേണ്ട കാര്യമല്ല. വി ഹാവ് സ്പെഷ്യലി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ കോൾഡ് K-Swift. ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാം പിന്നീട്. ഈ K-Swift പറയുന്ന സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് ആകെ ഒരു 10-12 ചോദ്യങ്ങളേ ഉള്ളൂ. പേര്, ലാൻഡ് എത്ര, എന്ത് ബിസിനസ്സാണ്, എത്ര ഇൻവെസ്റ്റ്മെന്റ്, എത്ര എംപ്ലോയ്മെന്റ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് സബ്മിറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് കൈയോട് കിട്ടും. ഈ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് മതി, വേറെ ഒന്നും വേണ്ട. അതായത് within 10 minutes or 15 minutes you can start a business up to 10 crore rupees in Kerala. No permission, no inspection is required. Actually ഈ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായം തുടങ്ങാം ഇമ്മീഡിയറ്റ്ലി. ഇത് 3 വർഷം വാലിഡ് ആണ്. Over 3,000 startups registered with Kerala Startup Mission as well as India Startup Programs. What is the possibility of NRK investment in startups? As far as Kerala is concerned, you must be knowing that we are the leading, pioneer in startup mission. In fact, കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യ ലെവലിൽ, ഈവൻ ലോക ലെവലിലെ വലിയ ഒരു നേട്ടം കൊയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയും.
there's a lot of initiatives have been taken by the IT department as well as government of Kerala. In fact, ഒരു startup village, maker village എന്ന് പറഞ്ഞിട്ട് തന്നെ വലിയ ഒരു സംഭവം പാരലൽ നടക്കുന്നുണ്ട്. In addition to that, as an industrial development corporation, we are also into, because our business start from the startups, in the sense like if somebody is having idea, right from incubation to business incubation lerundu adupole seed funding, scale up funding, further aayittu scale up cheyanalla ee sahacharyanga we are hand holding it as a industrial development corporation. NRK's startup ne sambandhichidutholam lot of opportunity as far as Kerala is now available, because government of Kerala insisted KSIDC to develop a program for especially NRKs who are returning back from Gulf and other countries in the circumstances of the COVID. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് തന്നെ ഗവൺമെന്റോടെ ഇൻസിസ്റ്റൻസ് പ്രകാരം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സോഫ്റ്റ് ലോൺ, ഇൻ ദ സെൻസ് ലൈക്ക് അപ് ടു 5 കോടി വരെ തിരിച്ചു വരുന്ന NRKസിന് ഇൻവെസ്റ്റ് ടേം ലോൺ ആയിട്ട് കൊടുക്കാനായിട്ട്, അതിന് ഇൻക്ലൂഡിങ് വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കാനായിട്ട്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് 7% അറൌണ്ടിലുള്ള ഒരു സോഫ്റ്റ് ലോൺ പോലെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. And in addition to that, as a startup, say for example, a lot of people who, especially youngsters who worked in Gulf, and they have, gathered some idea, some experience. So they want to come back at this point of time and do some kind of, kind of entrepreneurship in Kerala itself. അപ്പോൾ അങ്ങനെ വരുന്ന ഐഡിയയും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങളുണ്ട് സ്റ്റാർട്ടപ്പ് സംബന്ധിച്ചിടത്തോളം. They must have a good idea. They must have, kind of, what is that, passion to, start industry. But the problem is that idea has to be incubate, materialized. Finance support അവർക്ക് ഉണ്ടാകണമെന്നില്ല. എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫിനാൻസ് ഏത് ഒരു ബാങ്കിലേക്കും എവിടെ പോയാലും കിട്ടാൻ പോകുന്നത് കൊലാറ്ററൽ ചോദിക്കും, മറ്റത് ചോദിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഐഡിയാസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. So government of Kerala is very, very clear about supporting such kind of people who are having idea. Including Industrial Development Corporation, we have a startup scheme in which you have idea that come to us, that we will support by giving up to 25 lakhs initially. The 25 lakhs is a very, very soft loan, maybe 4% or something like that. Adinu koraya idum undu. Appo you can come here once your idea, because we have our own committee to scrutinize like whether this idea is whether workable. Enittu nammal aa committee തീരുമാനിച്ചു കഴിഞ്ഞാൽ up to 25 lakhs that we will give immediately, so that you can start your business. Number one. Once this business is, you have developed the idea, product develop ചെയ്ത് scale up എന്ന് വെച്ചാൽ further the startup which we supported 25 lakhs, further we give 50 lakh rupees for your scale up. In addition, അതും കളഞ്ഞ് okay product develop ആയി, പക്ഷേ you want to expand it to the market, especially Kerala or international like develop they need a further supports in terms of a term loan. So this is the right time for anybody who are returning back to Kerala, who wants to invest or who has idea and who doesn't have how to do that. We definitely, Kerala Industrial, State Industrial Development Corporation will support in terms of developing your idea, incubating your idea, developing your product. We are very open for that actually. You can, even give idea that we definitely create such kind, if it is feasible, we definitely create along with all those things. One such initiative is the IT Park plus Norca initiative. That is how it has happened actually. So we are open to that, and NRKs are most welcome, and we'll definitely, help you to set up here. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് സ്റ്റാർട്ടപ്സിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. സ്റ്റാർട്ടപ്സിൽ എങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു NRKക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരാൻ കഴിയുന്നത്? നേരത്തെ സാർ പറഞ്ഞത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസെപ്റ്റുമായിട്ട് നിങ്ങൾ വന്നാൽ വി ക്യാൻ ഫെസിലിറ്റേറ്റ്. പക്ഷേ ഒരു ഐഡിയ ആയിട്ട് വരാത്ത ഒരു NRIക്ക്, ഫോർ ഇൻസ്റ്റൻസ് ഹി വാണ്ട് ടു ഇൻവെസ്റ്റ് സംവെയർ, അങ്ങനെ വരുന്ന ഒരാളിന് ഈ സ്റ്റാർട്ടപ്സിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? It is in fact very, very apt and timely question this is. Why? Because we are in the process of thinking, because yesterday, as I said, like, I have had a webinar with all the startups which we have funded. More than 100 people participated, because we want to take up further this program into the next level. So we have had a discussion. During the discussion, one of the idea came in exactly related to this question. There are people, especially Keralites or even otherwise also, they want to invest here, but they don't know how to invest actually, especially the startups. Right. Because they need at least, because there are n number of startups,
they don't have any idea about whether this is workable, whether their fund is being protected or kind of thing. So the idea come up is that why can't we, have an idea of either NRK bonds or startup bonds kind of thing, so that the government is guaranteeing, like, yes, you invest in the bond itself, that we will directly, do such kind of thing. It's a kind of a very budding stage development actually. It's not even, thought. Yesterday's meeting it has, come up actually, number one. Number two is that why can't we have a kind of a platform or a kind of a platter in which that these are all, startups, which definitely going to, because we will fund, not only we, anybody who funds for a startup based on the scrutiny, like, yes, they have idea, their idea would be developed in a better way. That is why, we are starting, kind of a funding. So such kind of a startup, we create a platform in which in different sectors, say life science sector or health sector or industry sector, e-com sector, service sector. These are all the startups that we funded. Maybe we may have a kind of a rating or whatever. We give a platform and platter wherein that these are all the people who are doing this one. So anybody who wants, to have an interest in investing such kind of a startup, they can go and look into it in a platform which we created in a way that it is kind of a facilitating mechanism where government of Kerala through KSIDC will say that these are all the startups is very, very good for investment, number one. So you can actually, see the performance and what are all the things they are doing. And further discussion, KSIDC can facilitate, stating that, say, for example, somebody who wants to invest in a particular startup based on our platform can approach a KSIDC, and we can have a further discussion in, kind of a tripartite discussion along with the startups, investor, and ourselves. We discuss and we come to a idea that, okay, this is a place that you can invest. So such kind of things also can be arranged. But this, as I said, ഇന്നലെ ഞങ്ങൾ നടത്തിയ ഒരു ഒരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ എടുത്ത ഒരു തീരുമാനമായിരുന്നു. ഇത് മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 1 or 2 months. I have to discuss with the government, minister, chief minister, and all those things. Once, because as I said, government of Kerala team, especially headed by the chief minister, is very, very proactive in supporting, NRKs, and whatever the, proactive support which we, develop and, taken into the, Honorable CM and Honorable Industries Minister and Honorable Finance Minister, they are very, very happy to support that. So I hope that this will not face any problem because the idea is very good. So I thought I will take it to the government for further, processing. Okay. NRKs ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരാളുടെ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അത് ഒരു വൈഡർ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ പോയിന്റ് ആണ്. ഗവൺമെന്റ് ബോഡീസ് ആക്ച്വലി കാറ്റർ ചെയ്യുന്നത് വലിയ തരത്തിലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റുകളെയാണ് കാറ്റർ ചെയ്യുന്നതെന്നാണ് പൊതുവേ ഉള്ള ഒരു ബോധം. അപ്പം എത്രമാത്രം കുറഞ്ഞ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു NRIക്ക്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നോക്കുന്നത് മലയാളി കേരളീയർന്നുള്ള ഒരു ആസ്പെക്ട് മാത്രമാണ്. We are not bothered about that how much you are bringing in. You may have, very great, industrialist, you can bring 100 crores. You may be a very, small person, you can bring only ideas, no money. You may be a person who earned your hard-earned money, say 5 lakhs or 1 crore rupees or 50 lakh rupees or whatever. It's hard-earned money, you want to invest here. So irrespective of your investment, because government of Kerala will never look into the aspect of the money which you are bringing. We are not for, because money കൊണ്ടുവരാനുള്ള മണി ഉള്ള ആൾക്കാരെ മാത്രം സഹായിക്കാനുള്ളതല്ല ഗവൺമെന്റും ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്നത്. We want anybody, because our connection is a emotional and cultural connection, not financial connection. Which doesn't mean that I don't want a finance. I want investment. But at the same time, നമ്മൾ കേരളത്തിന്റെ ഇൻഡസ്ട്രീസ് നോക്കുന്നത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റുമാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഇൻഡസ്ട്രി, സേ ഫോർ എക്സാമ്പിൾ, ദർ ആർ ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്സ് വിച്ച് വി അവർ സെൽഫ് ഹാവ് സപ്പോർട്ടഡ്, ലൈക്ക് വളരെ ചെറുതായിട്ട് നമ്മൾ സഹായിച്ച ആൾക്കാർ ഇന്ന് വലിയ ഇന്റർനാഷണൽ എക്സ്പോഷർ ആയിട്ട് ടുഡേ ദേ ആർ ഡെവലപ്ഡ് ആസ് എ വെരി ബിഗ് കമ്പനീസ്. ലോട്ട് ഓഫ് പ്ലേസസ് ദാറ്റ് KSIDC ഹാസ് ഇൻവെസ്റ്റഡ് ആസ് ഈക്വിറ്റി ഇന്ന് വലിയ വലിയ കമ്പനികളായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇവർ കൊണ്ടുവരുന്ന എത്ര പൈസ എന്നുള്ളതല്ല, നമ്മൾ കാണുന്നത് വെദർ ദേ ഹാവ് എ ഐഡിയ ഫസ്റ്റ് ഓഫ് ഓൾ ടു, അതായത് എന്റർപ്രണർഷിപ്പ് ആണ്, ഡെവലപ്പിംഗ് എന്റർപ്രണർഷിപ്പ്, ഡെവലപ്പിംഗ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇത് രണ്ടും മാത്രമാണ് നമ്മളോട് നോക്കാം. നമ്പർ 2 is that how much employment they can generate, because Kerala is like, unemployment എന്ന് പറയുന്നത്
educated unemployment വളരെ കൂടുതലാണ്. Because we know the societies, well educated here actually. അതിനനുസരിച്ചുള്ള ജോലിയും കാര്യങ്ങളും വരുമ്പോൾ അതുകൊണ്ടാണ് ഒരു lot of unemployment എന്നുള്ള ഒരു ആസ്പെക്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. So any investment, you can invest 1 lakh rupees or you can invest 100 crore rupees. Our first aspect is that how much employment that you can generate. Kerala has amended the Industrial Facilitation Act in which that within 1 week they get a permission. But at the same time, up to 10 crore rupees, it can be 1 lakh or it can be 10 crore rupees. Up to 1 crore rupees, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ at the click you get a certificate. അപ്പോൾ ഫെസിലിറ്റേഷൻ കൂടുതൽ കിട്ടുന്നത് ആർക്കാണ്? കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന ആൾക്കാർക്കാണ്. 100 കോടി ഉള്ള ആൾ 50 കോടി ഉള്ള ആൾ വരണമെങ്കിൽ അവർക്ക് ഒരാഴ്ച എടുക്കുന്നുണ്ട് സമയം. ബട്ട് when you have up to 10 crore rupees non-red category investment വരുവാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉക്കാന്ന് 12 ചോദ്യത്തിന് ആൻസർ ചെയ്താൽ അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്, you can start a business. So Kerala is facilitating for any people. അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. And about 10 crore rupees, yeah, we have a single board, single window clearance board in which, like as I said earlier, we have a K-Swift software. ഈ K-Swift സോഫ്റ്റ്വെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ വിൻഡോ അപ് ടു 15 crore rupees ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ചെയർമാൻ കമ്മിറ്റി സിംഗിൾ വിൻഡോ ആണ്, എവിടെയും പോകേണ്ട, ഒറ്റ സ്ഥലത്ത് തീരുമാനിക്കുക എന്നുള്ളതാണ്. 15 കോടി മുതൽ അപ് ടു 50 crore rupees സ്റ്റേറ്റ് സിംഗിൾ വിൻഡോ ബോർഡാണ് സെലക്ട് ഇത് ചെയ്യുക. അത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ളത്. ഇത് 1 മാസത്തിനകമാണ് ഇതിന്റെ ലൈസൻസും പെർമിറ്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 50 കോടിയും കൂടുതൽ വരുവാണെങ്കിൽ നോൺ റെഡ് കാറ്റഗറിയിലേക്ക് ഒരാഴ്ച കൊണ്ട് നമ്മൾ ലൈസൻസ് കൊടുക്കാനുള്ള പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് ബ്യൂറോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസോടെ നേതൃത്വത്തിൽ. അപ്പൊ അങ്ങനെ വിവിധ തരങ്ങളിലുള്ള ഏത് ഇൻവെസ്റ്റ്മെന്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഒരു കേരളീയർക്ക് കേരളത്തിൽ വന്നിട്ട് വ്യവസായം ചെയ്യണമെന്നുള്ള ആഗ്രഹവും പാഷനും മാത്രം ഉണ്ടാകാനുള്ളത് മാത്രമാണ് കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതല്ലാതെ ഇവർ എത്ര കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ് ഇല്ല. കൂടുതൽ കൊണ്ടുവന്നാൽ വളരെ സന്തോഷമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഫോർ അവർ ഓൺ സ്റ്റേറ്റ്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ യാതൊരു ലൈസൻസിങ്ങും ഇല്ലാതെ 3 വർഷത്തേക്ക് ഒരു ലൈസൻസിങ് പ്രൊസീജിയറും ഇല്ലാതെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്നാണല്ലോ സാർ പറയുന്നത്. ഇത് NRIസിന് ഏതെങ്കിലും മേഖല ഇത് റെസ്ട്രിക്റ്റഡ് ആണോ, അതോ ഏത് ഏരിയയിലും ഇത് ചെയ്യാൻ കഴിയുന്നതാണോ? അതായത് കേരളീയർ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വൺ ഓഫ് ദ ഡെവലപ്ഡ് സൊസൈറ്റിയുടെ ഒരു ക്രൈറ്റീരിയയും കൂടിയാണ്. യു കാൻ സ്റ്റാർട്ട് എനി ഇൻഡസ്ട്രി ആസ് യു വാണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഒരു പൊല്യൂഷൻ മേക്കിംഗ് ഇൻഡസ്ട്രി കേരളത്തിൽ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല, ചെയ്യാനും പറ്റത്തുമില്ല. കേരളത്തിന്റെ സാഹചര്യം അതാണ്. ഇന്നവേ ഇന്ന് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഒരു വളരെ സ്വസ്ഥമായിട്ട് എയർ ക്വാളിറ്റി ആവട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആവട്ടെ, ലൈഫ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആവട്ടെ, ഏത് എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലെ കേരളം മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും. അതിന് റീസണും അത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരു വികാരവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വ്യവസായമാണ് കേരള ഗവൺമെന്റും കേരളവും പ്രോത്സാഹിക്കും. നോൺ റെഡ് കാറ്റഗറി, അതായത് there are orange category, green, orange, red category ഉണ്ട്. Green category is a non-polluting industry. Anybody can start. IT, all these things comes under ഇതിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ ഓൺ ദ ക്ലിക്ക് യു ക്യാൻ സ്റ്റാർട്ട് ഇൻഡസ്ട്രി, അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം യു വാണ്ട് ടു സ്റ്റാർട്ട് എ ഇൻഡസ്ട്രി വിച്ച് ഇസ് എ സിമെന്റ് ഫാക്ടറി. ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം കിട്ടണം. പിന്നെ അത്രയും പൊല്യൂഷൻ മേക്കിംഗ് ആയതുകൊണ്ട് ഇപ്പൊ ബൾക്ക് ഡ്രഗ് ഫോർമുലേഷൻസ് ഗുജറാത്തിൽ ഒരുപാടുണ്ട്. നമുക്ക് ബൾക്ക് ഡ്രഗ് ഫോർമുലേഷൻ വെച്ചാൽ ഒരുപാട് പൊല്യൂഷൻ മേക്കിംഗ് ആണ്, ഒരുപാട് എൻവയോൺമെന്റൽ പ്രശ്നമുള്ള ഇൻഡസ്ട്രിയാണ്. അതിവിടെ കാണില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഫർദർ പ്രോസസ്സിംഗ് കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോൺ റെഡ് കാറ്റഗറിയിലുള്ള ഇൻഡസ്ട്രീസിലെയാണ് ഫെസിലിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. മറ്റത് ഇല്ല എന്നുള്ളതല്ല, മറ്റത് നോർമൽ പ്രൊസീജിയറിൽ വരണം. യു ഹാവ് ടു അപ്ലൈ ആസെറ്റ്സ് ദാറ്റ് പെർമിറ്റ് എടുത്ത് എല്ലാം ചെയ്തിട്ട് അങ്ങനത്തെ കാറ്റഗറി ഇൻഡസ്ട്രീസ് തുടങ്ങാൻ സാധിക്കത്തുള്ളൂ കേരളത്തിൽ. അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് എ നോൺ റെഡ് കാറ്റഗറി, കേരള രണ്ട് കൈയും വിരിച്ചുകൊണ്ടാണ് എല്ലാവരെയും നമ്മൾ സഹായിക്കുന്നത്. സോ ഇറ്റ് ഇസ് ബേസിക്കലി ഇസ് ലൈക്ക് നമുക്ക് മാത്രമല്ല, നമ്മൾ ഭാവി തലമുറയും കേരളത്തിന്റെ സംസ്കാരവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. NRK പൊതുവെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റിലും ബാങ്കിങ് ഫെസിലിറ്റികളിലുമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 2 മേഖലകൾക്കും വയബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും NRK ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. അത്തരം ഒരു വാസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള NRKയെ പ്രോപ്പറായി ടാപ്പ് ചെയ്യാനുള്ള ഗവൺമെന്റ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നുണ്ടോ? അതായത് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ദ മണി വിച്ച് ഇസ് കമ്മിങ് വെരി ഈസിലി. എസ്പെഷ്യലി ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ
നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും ആ ഗൾഫ് മണിയാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് പുറകിലേക്കുള്ള വിയർപ്പും അതിന്റെ കഷ്ടപ്പാടും ഒരുപാടാണ്. സോ നാച്ചുറലി അങ്ങനെ ഉണ്ടാക്കിയ ഒരു മണി സേഫ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ്സ് വെരി ക്വൈറ്റ് നാച്ചുറൽ ദാറ്റ് FD ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റും ആയിരുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ ഉണ്ട്. പറഞ്ഞതുപോലെ ഇപ്പോൾ ബാങ്ക് റേറ്റ് വളരെ കുറവാണ്. ഇല്ല. നമ്പർ 2 ഇസ് ദാറ്റ് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൾക്കാർ അങ്ങനെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺട്രോൾസും ഉണ്ട് അവിടെ. ബട്ട് ഇത് രണ്ടും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനുള്ള ആസ്പെക്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ആൾക്കാർ അവർ സേഫ് ആയിട്ടിരിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഇപ്പൊ ഇന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തിനകം 4000-ഓളം പുതിയ യൂണിറ്റ്സ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, വലുതും ചെറുതുമായിട്ട് MSME സെക്ടറിലേക്ക്. അത്രത്തോളം ആൾക്കാർ ഇപ്പൊ NRKസിന് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, വരുന്ന ആൾക്കാർ സാഹചര്യം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരു ഐഡിയ ആയിട്ടാണ് വരുന്നത്, അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടാണ് വരുന്നത്. അവർ എക്സ്പീരിയൻസ് കേരളത്തിൽ വന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള ഈസ് കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, അതിൽ അതൊരു സംശയമില്ല. ഇന്ത്യയിലെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നം വരുമ്പോഴും ലോകത്ത് തന്നെ ഫിനാൻഷ്യൽ പ്രശ്നം വരുമ്പോഴും കേരളത്തിന് ഫിനാൻഷ്യൽ പ്രശ്നം ഇല്ലാതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എനി കൈൻഡ് ഓഫ് സൊസൈറ്റി ഡെവലപ്മെന്റ് ആർ എക്കണോമി ഡെവലപ്മെന്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ലോട്ട് ഓഫ് അവന്യൂസ് ആൻഡ് ലോട്ട് ഓഫ് ചാൻസ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ റോഡിലേക്ക് ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഇറങ്ങി റോഡിൽ നടന്നാൽ ഒരുപാട് ഈ ഫുഡ് ബേസ്ഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന NRKs ഒരുപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ നമ്മൾ പണ്ട് തട്ടുകട എന്ന് പറയുന്നത് വളരെ എന്തോ ചെറിയതായിട്ടാണ് കാണുന്നത്, അത് വലിയ സംരംഭമായിട്ടാണ് ഇപ്പോൾ തട്ടുകടകൾ ഉള്ളത്. അത് വളരെ വളരെ പുതിയ ഐഡിയ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് എനി കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഡെവലപ്മെന്റ് കൈൻഡ് ഓഫ്. അപ്പോൾ മിനിമം ഒരു ഡീസന്റ് ഒരു 10-15% റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലെ വളരെ വ്യക്തമാണ്, ശക്തമാണ് എന്ന് പറയുമ്പോൾ only thing is that they need to choose a right investment. അത്രയേ ഉള്ളൂ. റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ് ഫെസിലിറ്റേഷൻ ഡെഫിനറ്റ്ലി വിൽ ലീഡ്. ഇപ്പൊ ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഷെയർ മാർക്കറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഒരു റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഈവൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ എത്ര ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാലും ഷെയർ മാർക്കറ്റിലേക്ക് പോയാൽ പോലും ലോങ് ടേം ഇഫ് യു ടേക്ക് ദാറ്റ് 15% ആണ്. സോ ഇഫ് യു ഡെവലപ്പ് എ ഇൻഡസ്ട്രി, ഇഫ് യു ഡെവലപ്പ് എ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വിച്ച് ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിനിമം ഒരു 15% റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യു ആർ ഡെവലപ്പിംഗ് ഇൻഡസ്ട്രി, യു ആർ ഡെവലപ്പിംഗ് സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, യു ആർ ഡെവലപ്പിംഗ് എ പ്രസ്റ്റീജ് ഇൻ ദ സൊസൈറ്റി ബീങ് എന്റർപ്രണർ. യു ആർ നമ്മൾ സൊസൈറ്റിയെ സഹായിക്കുന്നുണ്ട് ബിക്കോസ് യു ആർ പ്രൊവൈഡിംഗ് എംപ്ലോയ്മെന്റ് ടു ദ പീപ്പിൾ അറ്റ് ദ സെയിം ടൈം യു ആർ ഏർണിംഗ് ഹിയർ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റിനും ഇപ്പോൾ ബാങ്കിൽ എൻ്റെ അടുത്ത് ഒരു 10 കോടി രൂപ ഞാൻ ഗൾഫിൽ ഉണ്ടാക്കിയ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ബാങ്കിലേക്ക് FD ഇട്ടിട്ട് സുഖമായിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ യെസ് ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് യു ആർ വെരി ഇൻഡിവിജ്വലിസ്റ്റിക്. കേരള സൊസൈറ്റി അങ്ങനെയല്ല. ആൾക്കാർ ഇപ്പോൾ ബാങ്കിലേക്കും റിയൽ എസ്റ്റേറ്റിനേക്കാളും അപ്പുറം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് യു ക്യാൻ സീ ഫോർ ദ പാസ്റ്റ് 2-3 years ദ ഇൻവെസ്റ്റ്മെന്റ് വെച്ചാൽ ഏകദേശം ലാക്സ് ക്രോർസ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇതൊരു എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഇതും കൂടിയാണ് വെച്ചാൽ ഹൗ കേരള ഇസ് ഡൂയിങ് ഇറ്റ് എന്നുള്ളത് പോലും ഒരു ഇതുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു ഇതുണ്ട് ഗവൺമെന്റ് ഓഫ് കേരള ഫെസിലിറ്റേറ്റിംഗ് ഫോർ ദാറ്റ് ആക്ച്വലി. All right. Could you tell us the details of NRK investment and holding company with a precise focus in infrastructure projects and NRI township in the state? Can you share us the details of this ambitious project? See, as far as this overseas Keralite investment and holding company is concerned, അതിന്റെ ഐഡിയ എന്ന് പറയുന്നത് is to create a wealth for the hard working non-residential Keralites ആണ്. With 3 prime motives in the mind. Number one is to bring global standards to Kerala, the domain of housing, tourism, health, skill development, infrastructure and education through the special purpose vehicle. അതിനു വേണ്ടിയാണ് ഈ ഓവർസീസ് കേരളൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനി തുടങ്ങിയത്. നമ്പർ 2 എന്ന് പറയുന്നത് to create wealth by utilizing opportunities in the same sector which I have explained. അപ്പോൾ ഈ OKIH മൂലം NRI investors they will be able to participate along with the shareholding of the government. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ദോ ഓവർസീസ് Keralite investment not directly with the industries department,
by my knowledge, I'm just sharing this. ഇതിന്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആയിട്ട് OKIH അതിന്റെ ഒബ്ജക്റ്റീവ്സ് എംബഡീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ഫോർ ബോത്ത് സൈഡ്സ് ഓഫ് കേരള ദ സൊസൈറ്റി ആൻഡ് ഇൻവെസ്റ്റർ. അതായത് സൊസൈറ്റിയെയും ഇൻവെസ്റ്ററെയും ഒരുപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ മെയിൻ പർപ്പസ്. ആൻഡ് അഡീഷൻ ടു ദാറ്റ്, ഫോർ എക്സാമ്പിൾ, ഈ വേ സൈഡ് അമ്യൂണിറ്റീസ് അലോങ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസ് ഓഫ് എവറി ഡിസ്ട്രിക്ട്. ഇത് നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഹൗ മെനി ടോയ്ലറ്റ്സ് ദാറ്റ് വി ഹാവ് ഓൺ ദ നാഷണൽ ഹൈവേസ്. ഇപ്പോൾ ഒരുപാട് ഇതിന് ടോയ്ലറ്റ് പോകണം, ഒരു സാധാരണക്കാരൻ ഒരു വണ്ടിയും എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ടോയ്ലറ്റ് പോകണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലേക്ക് കയറിയിട്ട് ഒരു 500-1000 ഭക്ഷണം കഴിച്ചാൽ മാത്രം ഒരു ടോയ്ലറ്റ് പോകാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ട്രാവൽ ത്രൂ വെസ്റ്റേൺ കൺട്രീസ്, UK മറ്റൊക്കെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരു വൺ സ്റ്റോപ്പ് ഇത് ഉണ്ടാകും. You can go, you can rest and then you can go back. It is not necessary that you have to enter into a shop. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഹോട്ടൽ എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത്, അതിൽ പോയിട്ട് എന്തെങ്കിലും ചായയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു 100 രൂപയെങ്കിലും ചെലവഴിച്ചാലാണ് ബാത്റൂം പോകുക എന്നുള്ളതാണ്. ബട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ the wayside amenities government was thinking is very very important. It is very important also. അങ്ങനത്തെ ആസ്പെക്റ്റിലെയാണ് ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. OKIH മൂലമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. And OKIH is also discussing with global leaders to bring ideal technology and process for an end-to-end solution for selected areas. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആവട്ടെ, ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാനാവട്ടെ, റീസൈക്ലിംഗ് പ്രോസസ് ചെയ്ത് മറ്റു ലാൻഡ് ഫിൽ ചെയ്യുന്നതാകട്ടെ, അങ്ങനെ ഒരുപാട് മേഖലകളിലാണ് ഈ ഓവർസീസ് കേരളൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് കമ്പനീസ് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇത് ഒരു ന്യൂ അവന്യൂ ആണ്. അതായത് ഇൻവെസ്റ്ററും ഉണ്ട്, നമ്മൾ NRKs ഉണ്ട്, ദേ ഹാവ് മണി, ദേ വാണ്ട് ഇൻവെസ്റ്റ്. അതേ സമയത്ത് ആ ഇൻവെസ്റ്റ്മെന്റ് സൊസൈറ്റിക്കും പ്രയോജനപ്പെടുന്ന രീതിക്കുള്ള സൊസൈറ്റി ആൻഡ് ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇൻ അഡീഷൻ ടു ദാറ്റ് സ്കിൽ ഡെവലപ്മെന്റ് ഇസ് അനദർ എമർജിംഗ് ഏരിയ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർ എക്സാമ്പിൾ യങ്സ്റ്റേഴ്സ് വിൽ ബി ബെറ്റർ എക്വിപ്ഡ് ടു ഫേസ് ഗ്ലോബൽ ചാലഞ്ചസ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഒരു ഹോളിസ്റ്റിക് ആണ് ഗവൺമെന്റ് ആ മേഖലയിൽ ചിന്തിച്ചിട്ടുള്ളത്. താങ്കൾ IT ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടായി തന്നെ കുറെ കാലം സേവനം അനുഷ്ഠിച്ച ഒരാളെന്നുള്ള നിലയിൽ 2 മാസീവ് പ്രോജക്ട്സ് അണ്ടർ IT ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൺ ദി വേ, സച്ച് ആസ് ടെക്നോ സിറ്റി ആൻഡ് ടെക്നോ പാർക്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഈസ് ദർ എനി പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റീസ് ഫോർ NRK? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് വെൽക്കമിങ് ഇത് IT ആയിരുന്നു. എന്നുവെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൺസ് അപ്പോൺ എ ടൈം ദാറ്റ് കമ്പ്യൂട്ടറിന് പറഞ്ഞാൽ തന്നെ അവേർഷൻ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. ബട്ട് ദെൻ ടുഡേ ഇസ് ലൈക്ക് മോസ്റ്റ് വൈറ്റ് കളർ ജോബ് ആയിട്ട് മാറിയ ഒരു ഇതാണ്. നമുക്ക് തന്നെ അറിയാം, നേരത്തെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള സ്റ്റാർട്ടഡ് ഇനിഷ്യേറ്റീവ് ആൻഡ് സ്റ്റാർട്ടഡ് എ പ്രോജക്ട് കോൾഡ് ടെക്നോ പാർക്ക്. ഈ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ഇന്ന് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഫേസ് ഒക്കെ കഴിഞ്ഞ് ഒരൊപ്പം തന്നെ ഇൻഫാക്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ടെക്നോ സിറ്റി എന്ന് പറഞ്ഞ പള്ളിപ്പുറത്ത് ഐ വാസ് MD that we started developing. It's almost in ending stage. Lot of investment, lot of investors, big investors are coming to take up this land actually. ഇത് കൂടാതെ നമുക്ക് ഇൻഫോ പാർക്ക് ഉണ്ട്, കേരളത്തിൽ ഇൻഫോ പാർക്ക് ഉണ്ട്, അങ്ങനെ സൈബർ പാർക്ക് ഉണ്ട് കോഴിക്കോടിൽ. അങ്ങനെ ഒരുപാട്. ഫോർ എക്സാമ്പിൾ, there are 2 aspects. Number 1, those people who doesn't have a big money but idea want to start a small IT companies, plug and play ആയിട്ട് വരിക. I just you take 1 space or 2 space with whatever the small rent and you start developing. Those who have lot of money to invest in the IT company, you can take even parcel of land, 10 acres, 5 acres land എടുത്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഇൻഫോസിസ്, TCS, CTS അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളതും കൂടി. അങ്ങനെ ഒരു ആസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ടെക്നോ സിറ്റി ഒരുപാട് ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റ് കഴിഞ്ഞ് lot of people are coming. Still, lands are vacant. Cyber Park in Kozhikode, large potential അവിടെയാണുള്ളത്. ബിക്കോസ് നാച്ചുറലി ഒരു ഇനർഷ്യ ഉണ്ടല്ലോ. ഇനർഷ്യയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ട്രിവാൻഡ്രം ആൻഡ് കൊച്ചിനിലെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. സിമിലർ നമ്പർ ഓഫ് സ്കിൽഡ് പീപ്പിൾ വിദേശത്തുണ്ട്, ലാൻഡ് ഉണ്ട്, സൈബർ പാർക്കിലും ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഇറ്റ് ഇസ് എറ്റ് ടു പിക്കപ്പ് ആസ് ഇൻ ട്രിവാൻഡ്രം ആർ കൊച്ചി. അപ്പൊ അങ്ങനെ ഒരു ലാർജ് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ SEZ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഗവൺമെന്റിന്റെ SEZ ഉണ്ട്, ബിക്കോസ് സെപ്സ് ഉൾപ്പെടെ. അതുപോലെ തന്നെ കേരളത്തിൽ അതിന് ഒരുപാട് പാർക്സ് ഉണ്ട്. വിച്ച് സം ഓഫ് ദ പാർക്സ് ആർ IT പാർക്സ് ആർ ബീങ് കൺസ്ട്രൂഡ് ആസ് SEZ. SEZ ആ ഫെസിലിറ്റിയും കൂടി ഉള്ള ഒരു ആസ്പെക്ടും കൂടി ഉണ്ട്. സോ ഇനി എനി ബഡി ഹു വാണ്ട്സ് ടു ഇൻവെസ്റ്റ്, SEZ ആവാം, നോൺ SEZ ആവാം, IT ആവാം, നോൺ IT ആവാം,
Kerala have a lot of potential opportunities. Say, for example, Industrial Development Corporation, Industries Department, Industrial Development Corporation, Infra, Industries and Commerce, Industrial Park, Sitco Park, ഒരുപാട് പാർക്സുകളിലേക്ക് ഏത് തരത്തിലുള്ളതും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഹാസ് ഐഡന്റിഫൈഡ്, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. കേരളത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മേഖലകളും കുറേ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർസ്, ഇ കോമേഴ്സ്, ഹെൽത്ത് കെയർ, പറഞ്ഞതുപോലെ സ്പേസ്, അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കലി വാല്യൂ ആഡഡ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ ആൾ എഡ്യൂക്കേറ്റഡ് ടെക്നോളജിക്കൽ ഓറിയന്റഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ടുള്ള വാല്യൂ അഡീഷൻ, സോ ദാറ്റ് യു ഏൺ വിതൗട്ട് പൊല്യൂട്ടിങ് എനിത്തിങ്. അപ്പൊ അങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് കേരളത്തിൽ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള ത്രൂ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പാർക്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടെക്നോസിറ്റി just opposite ആണ് we recently already developed, recently inaugurated honorable CM this medical devices park. It's a joint venture between KSIDC and Sri Chitra. It's a dedicated medical devices park ആണ്. stunt അതുപോലെ ഉള്ള highly essential medical devices low cost ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ഇവിടെ എവിടെ തുടങ്ങിയാലും what we used to do is that not only a big investor, we plug and play ഉള്ള സ്റ്റാർട്ടപ്പിന് വേണ്ടിയും അവർ വന്ന് say for example ലൈഫ് സയൻസിലെ ബിഗ് ഇൻഡസ്ട്രി ഇവിടെ വരും. അതിന് താഴെ സ്റ്റാർട്ടപ്പും കൂടി അവരുമായിട്ട് ചെയ്യാനായിട്ട് വി ഡെവലപ്പ് സ്റ്റാർട്ടപ്പ് സ്പേസ് ആൾസോ. അവർ ചെറുതായിട്ട് അത് ഡൗൺ സ്ട്രീം ഇൻഡസ്ട്രി ആയിട്ടുള്ള അവരോട് അലാങ് വിത്ത് വർക്ക് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ചേർത്തലയിലെ വി ഹാവ് എ മെഗാ ഫുഡ് പാർക്ക്, ആൾ സീ ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. നോൺ സീ ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി പാലക്കാടിലേക്ക് ഇൻഫ്രാ മെഗാ ഫുഡ് പാർക്ക്. These are all recently inaugurated. Hundreds of acres with all facilities. And in order to, especially COVID on the പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഒരു കാര്യം കൂടി എൻആർകെക്ക് വേണ്ടി ചെയ്തെന്ന് വെച്ചാൽ, earlier you want to take a land, അപ്പോൾ എനിക്ക് ഒരു ഏക്കർ വേണമെന്ന് വെച്ചാൽ say land will be according to whatever the price that and development cost വെച്ചാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. So because you say for example ഒരു ഏക്കർ ലാൻഡ് നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 1.5-2 കോടി രൂപ വരും എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യലി 1.5 കോടി രൂപ ലാൻഡിൽ പോയിട്ട് മുടക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ചിന്തിച്ചു, ഓക്കെ you pay only 10% now and start your industry. You pay equal 5 installments in 5 years without any interest. അപ്പോൾ നാച്ചുറലി ഞാൻ 1 കോടി രൂപ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 80 lakh rupees you can divert for some other purpose and you will be given 5 years time without interest you can pay. With light, small interest you can pay up to 10 years also. എന്നുവെച്ചാൽ so your initial investment is spread over for 10 years for a small ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് 1 കോടി കൊടുത്ത് ലാൻഡ് വാങ്ങിക്കണ്ട 10 ലക്ഷം രൂപ വാങ്ങിച്ചാൽ മതി. അപ്പോൾ 90 lakh rupees you can do the machinery and other things and you can start industry. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമാണ് ഗവൺമെന്റ് ഓഫ് കേരള വിത്ത് ആൾ പാർക്സ് ഇൻക്ലൂഡിംഗ് IT പാർക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് there was a time where Kerala was little hesitant. There was a time, it was a history actually, but today നമ്മൾ ഇന്ന് കേരള ഇന്ത്യയിലെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്ത സംസ്ഥാനങ്ങളുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കളഞ്ഞു. എസ്പെഷ്യലി നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി ആയാൽ മേ ബി വി ബിക്കം ലീഡർ ഇൻ വെരി സൂൺ. ആക്ച്വലി വി ആർ ഇൻ ദ പ്രോസസ്. ഫെസിലിറ്റേഷൻ ആണ്. വാട്ട് ഫെസിലിറ്റേഷൻ? aspiring Malayalis who went abroad, worked 20 years, 30 years with his sweat and with hard-earned money, who can come back and rest peacefully in his own state. അതിന് ഒരു ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. അത് മുഖേന കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു ആസ്പിറേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. സോ ദ കോൺസെപ്റ്റ് ആൻഡ് ഐഡിയ ഈസ് ദാറ്റ് we are letting you grow at the same time that we want you to grow along with the state so that the society and the state will grow. അതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓഫ് കേരള has taken a lot of initiatives and steps, and all the people are most welcome. In fact, we have KSIDCക്ക് ഒരു കോൾ സെന്റർ തന്നെ ഉണ്ട്. ഈ കോൾ സെന്റർ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ ഏത് ഒരു ചോദ്യവും, ഇപ്പൊ എനിക്ക് ഇൻഡസ്ട്രി തുടങ്ങണം, ഇല്ല തുടങ്ങാനായിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇല്ല തുടങ്ങിയ ആൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ we have a dedicated call center to address all this issues. That I will share the call center number also, so that if anybody have any problem or anybody is having any queries, they are free to call, because this call center is directly monitored by honorable CM on a monthly basis. Idu adyam call center le adu adu തീർക്കാൻ പറ്റില്ലെങ്കിൽ it will come up to me, to the industry secretary, to the chief secretary, to the CM വരെ പോകുന്ന ഒരിതാണ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഫെസിലിറ്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. If anybody is having any queries or anybody is having any idea to start, you want to clarify something like that, our call center, we are KSIDC will be very very what is that,
helpful to you for, enabling you to start such kind of industry. You are most welcome to, ask any queries. Thank you so much, sir, for being with us. It was definitely a confidence building discussion as far as the NRI crowd is concerned. We are certainly looking forward for your, aggressive steps towards the industry and the business in general. Thank you. Thank you so much. Thank you. Thank you.